السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങൾ, നമസ്കാരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. നമസ്കാരത്തിൻ്റെ ഷർത്തുകളെ കുറിച്ചും അതിൻ്റെ റുക്കിനുകളെ കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ടത്. ഇനി അതിൻ്റെ വാജിബാത്തുകളെ കുറിച്ചിട്ടാണ്. വാജിബ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, നിർബന്ധം എന്നാണ്. നമസ്കാരത്തിലെ സ്തംഭങ്ങൾ കഴിഞ്ഞാൽ അടുത്തതായി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിർബന്ധങ്ങൾ. അതായത് റുക്കിന് കഴിഞ്ഞാൽ അടുത്തതാണ് വാജിബ്. അത് 8 എണ്ണമാണ്. ഒന്നാമതായി ജമീഉ തക്ബീറാത്ത് ഗൈറ തക്ബീറത്തുൽ ഇഹ്റാം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുന്ന നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീർ ഒഴികെയുള്ള എല്ലാ തക്ബീറുകളും. തക്ബീറത്തുൽ ഇഹ്റാം റുക്കിനാണ്. അതല്ലാത്ത എല്ലാ തക്ബീറുകളും വാജിബാത്തിൽ പെടുന്ന തക്ബീറുകളാണ്. ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് പോകാനുള്ള തക്ബീറുകളല്ല. അതുപോലെ രണ്ടാമതായി ഖൗലു സമിഅല്ലാഹു ലിമൻ ഹമിദ ലിൽ ഇമാം വൽ മുൻഫരിദ്. ഇമാമായി നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ മേലാണ് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയൽ നിർബന്ധമുള്ളൂ. മഅ്മൂമുകൾ പറയേണ്ടത് റബ്ബനാ വലക്കൽ ഹംദ് എന്നാണ്. കാരണം ഇമാം പറയുന്നത് എന്താണ്? സമിഅല്ലാഹു ലിമൻ ഹമിദ. അള്ളാഹുവിനെ സ്തുതിച്ചവന്റെ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? പിറകിലുള്ളവർ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുകയും പിറകിലുള്ളവർ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് തുടങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ. എന്നാൽ ഒറ്റയ്ക്കുള്ള നമസ്കാരത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നു, അയാൾ സമിഅല്ലാഹു ലിമൻ ഹമിദ പറയൽ നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ സമിഅല്ലാഹു ലിമൻ ഹമിദ പറയൽ നിർബന്ധം ആർക്കേ ഉള്ളൂ? ഇമാമിന് മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന എല്ലാവർക്കും അത് പറയൽ നിർബന്ധമാണ്. അതാണ് രണ്ടാമത്തെ വാജിബാത്തുകളിൽ പെടുന്ന വാജിബ്. മൂന്നാമതായി ഖൗലു റബ്ബനാ വലക്കൽ ഹംദ്. ഈ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയൽ വാജിബാണ്. അത് എല്ലാവർക്കും, ഇമാമിനും മഅ്മൂമിനും അതുപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കും എല്ലാവർക്കും സമിഅല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞ് റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയൽ അത് വാജിബിൽ പെടുന്നു. അടുത്തതായി നാലാമത്തേത് ഖൗലു സുബ്ഹാന റബ്ബിയൽ അളീം ഫി റുക്കൂ. ഇനി റുക്കൂയിലേക്ക് പോയാൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് ഒരു തവണ പറയൽ നിർബന്ധമാണ്. ഒരു തവണ പറയൽ നിർബന്ധം. ബാക്കിയുള്ളത് നമുക്ക് സുന്നത്തായിട്ടുള്ള എത്ര വേണമെങ്കിലും പറയാം. അത് 3 തവണ പറയലാണ് സുന്നത്തായിട്ടുള്ളത്. ഇനി ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്, നീട്ടണം, റുക്കൂഉം സുജൂദും നീട്ടാൻ അയാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും അയാൾക്കത് പറയാം. അപ്പോൾ ഒരു തവണ പറയൽ നിർബന്ധമാണ് റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം. അഞ്ചാമതായി ഖൗലു സുബ്ഹാന റബ്ബിയൽ അഅല ഫി സുജൂദ്. സുജൂദിൽ പറയേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. സുബ്ഹാന റബ്ബിയൽ അഅല ഇത് 3 തവണയാണ് നമ്മൾ പറയാറ്. ഇത് സുന്നത്താണ്. ഒറ്റ തവണ പറയൽ നിർബന്ധമാണ്. ആറാമതായി ഖൗലു റബ്ബി ഗ്ഫിർലി ബൈന സജദതൈൻ. 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, അതിൽ റബ്ബി ഗ്ഫിർലി എന്ന് എങ്കിലും പറയൽ നിർബന്ധമാണ്. അതായത് റബ്ബി ഗ്ഫിർലി എന്ന് പറഞ്ഞിരിക്കണം, അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. 7ഓളം കാര്യങ്ങൾ നമ്മൾ അവിടെ ചോദിക്കാറുണ്ട്. വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം സുന്നത്താണ്. റബ്ബി ഗ്ഫിർലി എന്ന് പറഞ്ഞിരിക്കൽ നിർബന്ധം. ഏഴാമതായി അത്തശഹുദുൽ അവ്വൽ. 4 റക്അത്തുള്ള അല്ലെങ്കിൽ 3 റക്അത്തുള്ള നമസ്കാരം, മഗ്രിബ് അല്ലെങ്കിൽ മറ്റു 4 റക്അത്തുള്ള നമസ്കാരം, അതിൽ രണ്ടാമത്തെ റക്അത്തിലുള്ള തശഹുദ്, അതായത് ആദ്യത്തെ തശഹുദ്, അത് നിർബന്ധമാണ്, വാജിബാത്തിൽ പെടുന്നതാണ്. എട്ടാമതായി അൽ ജുലൂസ് ലിത്തശഹുദിൽ അവ്വൽ. ആദ്യത്തെ തശഹുദിന് വേണ്ടിയുള്ള ഇരുത്തം. അത് ഇരിക്കാതെ നമ്മളാരും തശഹുദ് ചെയ്യാറില്ല. അതുകൊണ്ടത് ഒരു ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ എണ്ണേണ്ടതില്ല. അത് എന്തായാലും നമ്മളത് ഇരിക്കും. അപ്പോൾ ഈ 8 കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ റുക്കിനും വാജിബാത്തുകളും അല്ലാത്തതെല്ലാം സുന്നത്താണ്. ഇപ്പൊ നമ്മൾ 14 റുക്കിന് പറഞ്ഞു, 8 വാജിബാത്തും പറഞ്ഞു.
ഇത് രണ്ടുമല്ലാത്ത നമ്മൾ നമസ്കാരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമസ്കാരത്തിന്റെ സുന്നത്തുകളിൽ പെടുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം, നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ആ സുന്നത്തുകൾ ആവശ്യമാണ്. ഉദാഹരണമായി തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചു, നേരെ ഫാത്തിഹ അല്ല നമ്മൾ ഓതാറ്, പ്രാരംഭ പ്രാർത്ഥന ദുആഉൽ ഇസ്തിഫ്താഹ് അല്ലെ, ആ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥന സുന്നത്താണ്. ആ പ്രാരംഭ പ്രാർത്ഥന ഒരാൾ നടത്തിയിട്ടില്ലെങ്കിൽ നമസ്കാരത്തിന് ഒന്നും ബാധിക്കില്ല. ഫാത്തിഹ ഓതൽ റുക്കിനാണ്, അത് കഴിഞ്ഞില്ല സൂറത്ത് അത് സുന്നത്താണ്. സൂറത്ത് ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരത്തിനെ ബാധിക്കില്ല. ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അതുപോലെ തന്നെ റുക്കൂഇല് സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് ഒരു തവണ പറയലേ നിർബന്ധമുള്ളൂ. ബാക്കിയുള്ള 3 തവണ പറയൽ, അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്നുള്ളത് പറയൽ, അതുപോലെ സുബ്ഹാൻ ഖുദ്ദൂസൻ റബ്ബുൽ മലായികത്തി വറൂഹ്, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ റുക്കൂയിലും സുജൂദിലൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമസ്കാരത്തെ ബാധിക്കില്ല. ഇത് ഇവിടെയൊക്കെ ഇനി തശഹുദിന്റെ കാര്യം എടുക്കാം. തശഹുദിൽ എന്തേ നിർബന്ധമുള്ളൂ? അത്തഹിയാത്തും എന്നുള്ള ആ ഒരു പ്രാർത്ഥന, അത് മാത്രമേ നിർബന്ധമുള്ളൂ. ബാക്കിയുള്ള സ്വലാത്തും പിന്നെ അങ്ങോട്ടുള്ള ദുആകളും ഒക്കെ സുന്നത്താണ്. ഏത് തശഹുദിലാണെങ്കിലും, ഒന്നാമത്തെ ആണെങ്കിലും അവസാനത്തെ തശഹുദാണെങ്കിലും തശഹുദിന്റെ പ്രാർത്ഥന മാത്രമേ നിർബന്ധമുള്ളൂ, ബാക്കിയുള്ള സുന്നത്താണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി മുതൽ നമുക്ക് ഇങ്ങനെ നിസ്കരിച്ചാൽ മതി എന്നല്ല, മറിച്ച് ദീൻ നമുക്ക് അള്ളാഹു എത്ര എളുപ്പമാക്കി തന്നിരിക്കുന്നതാണ്. യാത്രയിലും അതുപോലെ സലാത്തുൽ ഖൗഫ്, യുദ്ധത്തിന്റെ വേളയിലും ഭയപ്പാടിന്റെ അവസരങ്ങളിലും ഒക്കെ നമുക്ക് ചുരുക്കി നമസ്കരിക്കാൻ അള്ളാഹു ഇളവ് നൽകിയിരിക്കുന്നു. ഈ ഇളവ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം, യാത്രയിൽ സുബഹിന്റെ സുന്നത്തല്ലാത്ത മറ്റേത് സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാറുണ്ടായിരുന്നു. യാത്രയിൽ റവാത്തിബ് സുന്നത്തുകൾ ഒഴിവാക്കലാണ് അഫ്ളൽ. ഇവിടെയൊക്കെ ദീൻ പഠിപ്പിക്കുന്നത് നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളായിട്ട് ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെ ദീനിലുള്ളൂ, അതല്ലാത്ത ഒരു പ്രയാസവും അള്ളാഹു ദീനിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ റുക്നുകളും വാജിബാത്തുകളും നമസ്കാരത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമസ്കാരത്തിന്റെ സ്വീകാര്യത അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ട് ഇൻഷാ അള്ളാഹ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് പ്രത്യേക സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കേണ്ട സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യുക. അതാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാത്ത സമയത്തെല്ലാം നമ്മൾ മുഖ്യമായിരിക്കുന്ന സമയത്ത്, നമ്മൾ വീട്ടിലുള്ള സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസമില്ലാത്ത സമയത്ത് ഏറ്റവും പൂർണ്ണമായ രീതിയിൽ തന്നെ എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിസ്കരിക്കുകയും ചെയ്യാം. അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നമസ്കാരത്തിനെ ഏതൊരു രീതിയിലാണ് കാണേണ്ടത്, ആ രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇനിയുള്ളത് മുബത്തിലാത്തു സ്വലാത്ത്, നമസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണ്? അത് 8 എണ്ണമാണ്. അൽ കലാമുൽ അംദ് മഅൽ ദിക്രി വൽ ഇൽം, അതായത് സംസാരിക്കുക, നിസ്കാരത്തിൻ്റെ ഇടയിൽ മറ്റ് സംസാരങ്ങൾ വരിക നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. അതുപോലെ തന്നെ ചിരിക്കുക, നമസ്കാരത്തിൽ ചിരി വന്നാൽ നമസ്കാരം ബാത്തിലാണ്. വൽ അക്കൽ, ഭക്ഷിക്കുക. വശുർബ്, നമസ്കാരത്തിനിടയിൽ കുടിക്കുക. അതുപോലെ തന്നെ വൻകിഷാഫിൽ ഔറ, ഔറത്ത് വെളിവാകുക, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആൺകുട്ടികൾ നമ്മളുടെ വസ്ത്രധാരണം വളരെ ശ്രദ്ധിക്കുക. മുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള ഭാഗം മുഴുവനും ഔറത്താണ്. അതിലേതെങ്കിലും ഒരു ഭാഗം വെളിവായാൽ നിസ്കാരം ബാത്തിലാണ്. അതുപോലെ തന്നെ ഒരുപാട് അനക്കങ്ങൾ വരിക, നമസ്കാരത്തിലല്ലാത്ത മറ്റ് അനക്കങ്ങൾ വരിക. 3 എണ്ണമായാൽ ബാത്തിലായി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, 3 എണ്ണമൊന്നും വേണ്ട, 1 എണ്ണം മതി. നമസ്കാരത്തിൻ്റെതല്ലാത്ത ഒരനക്കം ആവശ്യമില്ലാത്തത് വന്നാൽ കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം നമുക്ക് അത്യാവശ്യം ഒന്ന് തല ചൊറിയേണ്ടി വന്നാൽ ചൊറിയാൻ പാടില്ല എന്നൊന്നുമില്ല, അതൊക്കെ നമുക്ക് അനുവദനീയമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനറിയാം നമ്മളുടെ ഹൃദയം, അള്ളാഹു അവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യമാണെങ്കിൽ മാത്രം, അതല്ലാത്ത ഒരനക്കവും നമസ്കാരത്തിൽ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ശുദ്ധി നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമസ്കാരത്തെ ബാത്തിലാക്കി കളയുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു പ്രാരംഭം എന്നുള്ള നിലക്ക് മനസ്സിലാക്കുക. 5 കാര്യങ്ങളെ പറ്റി നമ്മൾ പൂർണ്ണമായും പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നമസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തസ്ലീം വരെയുള്ള കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള ശരിയായ രീതിയിൽ തന്നെ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് മനസ്സിലാക്കി പോകാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.